Day in my life as a freelance architect. സോ ഇന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ട ഒരു ദിവസമാണ്. സൈറ്റിൽ പോകണം, പിന്നെ സ്റ്റുഡിയോയിലുള്ള വർക്ക് ഉണ്ട്, ഒരു പ്ലാനിൻ്റെ ഡെലിവറി ഉണ്ട്. സ്റ്റുഡിയോ ഒക്കെ അലങ്കോലമായിരുന്നു. സോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു. ഇന്നൊരു പ്ലാനിൻ്റെ ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇത് ഇന്നലെ കൊടുത്തൊരു വെയർ ഹൗസിൻ്റെ പ്ലാനാണ്. അപ്പോൾ അതിനുശേഷം ഇന്ന് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് പെൻഡിങ് ഉള്ളതെന്നൊക്കെ ഉള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കണമായിരുന്നു. സൈറ്റിൽ പോകുന്നതിന് മുന്നേ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ഡേയും പ്ലാൻ ചെയ്തിട്ടേ നമുക്ക് സൈറ്റിലേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെ പെൻഡിങ് ഉണ്ടെന്ന് കണ്ടപ്പോൾ ഉള്ള റിയാക്ഷനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എന്തൊക്കെയുണ്ട് പെൻഡിങ്, എന്തൊക്കെയാണ് ഇന്ന് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ പിന്നെ സൈറ്റിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി. സോ ഐ ജസ്റ്റ് ഗോട്ട് ഡ്രസ്ഡ് നൗ. സൈറ്റിൽ പോകുന്നത് കുറച്ച് കാര്യങ്ങൾ വെരിഫൈ ചെയ്യാനും കുറച്ച് മെഷർമെൻറ്റ്സ് എടുക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് സെമി ഫോമൽ ആയിട്ടുള്ളൊരു ഔട്ട്ഫിറ്റ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത്. സോ ലെറ്റ്സ് ഗോ, നമുക്കിനി സൈറ്റിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ സൈറ്റിലെത്തിയപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റഡ് അസിസ്റ്റൻറ്റ് വന്നിട്ടില്ലായിരുന്നു. എനിക്ക് ഇന്ന് അവിടുത്തെ ലേബറേഴ്സിനായിരുന്നു മീറ്റ് ചെയ്യേണ്ടത്. പിന്നെ അവർ എന്നെ കുറച്ച് കാര്യങ്ങൾക്ക് മെഷർമെൻ്റ് എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു കുറച്ച് നേരം. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ഡ്രോയിങ്സ് ഒക്കെ ഒന്ന് വെരിഫൈ ചെയ്തത്. പിന്നെ ഇന്നത്തേക്ക് ചെയ്യാനുള്ള ഒരു ചെക്ക് ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കാര്യങ്ങൾ എളുപ്പമാകാൻ വേണ്ടിയിട്ട്. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ വന്നു. പിന്നെ നമ്മൾ മെഷർമെൻ്റൊക്കെ എടുത്തു. ഒരു ഫ്രീലാൻസ് ആർക്കിടെക്റ്റായിട്ട് ജോലി ചെയ്യാമെന്ന് വെച്ചാൽ ഇത്തിരി ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഫീൽഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ വിയർത്ത് വിളിച്ച് സൈറ്റിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. ഇനിയാണ് ശരിക്കും വർക്ക് തുടങ്ങാൻ പോകുന്നത്. ഇനി നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാമ്രാജ്യം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് തൈരും ചിക്കൻ ഫ്രൈയും മീൻ കറിയും പിന്നെ എന്തോ വേറൊരു കറിയും കൂടെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി കഴിച്ചു. ഈ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ക്ലയൻസിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തൊരു ബ്രീഫ് ആക്കണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ പ്ലാനൊക്കെ ചെയ്യുക. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ പിന്നെ പ്ലാനിൽ കോൺസെൻട്രേറ്റ് ചെയ്തു. അങ്ങനെ അവിടെ ഇരുന്നു കുറേ നേരം. അപ്പോൾ അതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ദിവസം. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.